അടുത്ത വഴി എവിടെയാണോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഈ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ബ്ലാക്ക് റൂംസ് ആയിട്ടാണ് ഈസ്. അപ്പോൾ ഞാൻ ഇതുവരെ ബ്ലാക്ക് റൂംസ് കളിച്ചിട്ടില്ല ഈസ്. ഞാൻ ആദ്യം ബ്ലാക്ക് റൂംസ് കളിക്കണേ. ബസ് ബ്ലാക്ക് റൂംസ് തുടങ്ങുന്നത് ഇങ്ങനെയായിട്ടാണ് ഈസ്. നമുക്ക് ഇവിടെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്. കോഴി ഫിക്സ് ചെയ്ത് എക്സിറ്റ് എസ്കേപ്പ് ആണ് പറയണേ. അതിൽ ഒരു ജീവി ഉണ്ട്. ആ ജീവി നമ്മൾ എസ്കേപ്പ് ആവാൻ സമ്മതിക്കില്ല എന്നും പറയണ്ടേ ഈസ്. കാരണോടാ നമുക്ക് നോക്കി നോക്കാം ഈസ് എന്താണ്ടാവാന്ന്. നമ്മളിപ്പോൾ തുടങ്ങി നോക്കുന്നുണ്ട് ലൂപ്പിലാണ് ഗീസ്. ഈ ലൂപ്പിൽ നിന്ന് എസ്കേപ്പ് ആണ്. അതൊരു കഷ്ടപ്പാടാണ് ഗീസ്. ഗൈസ് പിന്നെ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ചാനലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഗീസ്. അങ്ങനെ കുറച്ച് ഓടിപ്പിക്കുമ്പോൾ വയ്യാണ്ടാവും ഗീസ്. സ്റ്റാമിനയുടെ ഇഷ്യൂ ഉണ്ട് ഇതിൽ. അവിടെ ഒരു വഴി കാണാണ്ട് ഗീസ്. ആ വഴി നമ്മൾ പോയിട്ടില്ല ഇതുവരെ. ഈ വഴി പോയി ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല. നമുക്ക് തന്നെ വന്ന് വെറുതെ ആയി ഗീസ്. ഇവിടെ എന്തോ വഴിയുണ്ട്, ഈ വഴി പോകാൻ പറ്റുമോ നമുക്ക്? ഇവിടെ ഒന്നും വഴി കാണാനില്ല. ഇത്ര നേരമായിട്ട് നമ്മൾ ആ ജീവിനെ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ലേ. നമുക്ക് വെറുതെ ഓടി നോക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും കണ്ടു ഒരു വഴി, പുതിയ വഴി ഉണ്ട് ഗീസ്. ഇവിടെ കോണിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു ഗീസ്. അവനെ ഇരിക്കുന്നത് അതന്നെയാവും മിക്കവാറും. തന്നെയല്ലേ, അതന്നെയാ ഇതെടുത്തിട്ട് പോവാ. അടക്ക ദിവസം കാണാണ്ട് ഗീസ് കോണിയൊക്കെ ഉള്ളത്. ഈ വഴി എസ്കേപ്പ് ആണെന്ന് തോന്നുന്നു. എനിക്ക് പറഞ്ഞുകൊണ്ട് എടുത്ത് 3 പീസ് കിട്ടിയത് മതിയെന്ന് തോന്നുന്നു. വേറെ പീസിന് ഇവിടെ നിന്ന് ചാവിയാണ് കിട്ടി. ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റില്ല. പോകും നമുക്ക് ഇവിടെ നിന്ന് ഒരു ചാവി കിട്ടി ഗീസ്. ഇവിടെ നിന്ന് അല്ല, നമുക്കിപ്പോൾ ഒരു ചാവിയാണ് കിട്ടിയേ. അപ്പോൾ നമ്മൾ ഇനി ചാവി ഇടേണ്ട സ്ഥലം കണ്ടുപിടിക്കണം. ഇനി ഒരു വഴി കണ്ടുപിടിക്കണം. വാതിലുണ്ടാവും ഗീസ് എവിടെയെങ്കിലും, അല്ലെങ്കിൽ ചാവിയുള്ള എന്തെങ്കിലും സ്ലോട്ടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടാവും ഗീസ് ഇവിടെ. അതിനാണ് ചാവി തന്നോളെന്ന് തോന്നുന്നത്. ആരില്ലല്ല. ഇവിടെ ഒരു വഴിയുണ്ട്, ഈ വഴി പോയി നോക്കാം. നമുക്ക് കാണാൻ എല്ലാ വഴിയും പോകുന്നുണ്ട് ഗീസ്. ഇതുവരെ നമ്മൾ എത്തിയോടെ തന്നെ തിരിച്ചെത്തിയിട്ടില്ല. അതൊട്ടൊരു സന്തോഷമുണ്ട്. സാധാരണ ലൂപ്പുകളിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഗീസ്. നമ്മൾ എത്തിയോടെ തന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും. കുറേ ഡെഡ് എൻഡ്സ് ആണ് ഗീസ് ഇവിടെ നിറച്ച്. ഇത് വാതി കാണിച്ചാടി അവിടെ പോയതാ. ഈ വഴി പോയാ നമ്മൾ ഈ വഴിയും പോയിട്ടില്ല. അതേനെ ഡോർ ഗൈസ്. ഫൈനലി കുറച്ച് നന്നായി എടുത്തു ഗൈസ് ഡോർ കണ്ടുപിടിക്കാൻ. തുറന്നോളൂ. ഇങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഗൈസ് എത്തിന്. ഇത് മുട നടന്നോളാം നമ്മള്. പോരട്ടെ പോട്ടെ പോയി വീഴല്ലേ. അയ്യോ വീണു. ഗൈസ് നമ്മൾ അവിടെ നിന്ന് വേറെ ലൂപിക്ക് എത്തിച്ചേ. എംഐലേക്ക് പോയാൽ മതിയായിരുന്നു ഗൈസ് നമുക്ക് നേരത്തെ. ഇപ്പൊ നമ്മൾ വേറെ ഏതൊരു കാട്ടിലെത്തി. ഇത് കുറച്ചുകൂടി വലിയ പ്ലേസ് ആണ് ഗൈസ്. ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നല്ല ബുദ്ധിമുട്ടാവുന്നതാണ്. നമ്മൾ നേരത്തെ ഒരു കുഞ്ഞ സ്ഥലത്തായിരുന്നു ഗൈസ്. കുറച്ചൊരു വൈഡായ സ്ഥലമാണത്. ഇനി ഇവിടെ അങ്ങനെയാണോ ഗൈസ് ആ ജീവി വരാ? നേരത്തെ ഒരു ജീവി വരും എന്ന് പറയണ്ടേ. നമ്മൾ അതിനെ കണ്ടില്ല നേരത്തെ. ഇവിടെ അങ്ങനെ ആണെങ്കിൽ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഗൈസ് നടക്കണം, ഒന്നും കാണാനില്ല. ഈ വഴി നമുക്ക് പോയില്ല. ഇവിടെ അരമാർക്ക് ഉണ്ട് ഗൈസ്. അരമാർക്കിൽ പിന്നാലെ പോയി നോക്കാം. അവിടെ വേറെ പറഞ്ഞാ നേരത്തെ ഒരു അരമാർക്ക് ഉണ്ട് ഗൈസ്. അതിന്റെ പിന്നാലെ പോയി നോക്കാം നമുക്ക്. ഇന്നലെ വഴിക്ക് എത്തേണ്ടതാണ് ഗൈസ്. നമ്മളിപ്പോൾ അരമാർക്കിന്റെ പിന്നാലാണ് ഗൈസ് പോണേ. ആരെങ്കിലും തൊള്ളേക്കറ്റെന്ന് പറഞ്ഞോട് ഗൈസ്. അവിടെ വഴിയുണ്ട് ഭാഗ്യം. എസ്കേപ്പിനുള്ള വഴിയെന്ന് തോന്നുന്നു ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ എന്തോ വീടിൻ്റെ കുറച്ച് സെറ്റപ്പിക്ക് എത്തി ഗൈസ്. മേലേക്കാണ് പോകാൻ പറയണേ. ഇവിടെ ഒന്നും ഇല്ല. അവിടെ ഇരുട്ടാണ് ഗൈസ്. അങ്ങോട്ട് പോകണില്ല ഞാൻ. ഇപ്പോൾ മേലെ ഇരുട്ടാ. എവിടെയാ? പാർക്കിങ്ങിലോട്ടല്ലേ ഇത്? നമ്മളെന്തോ കൂടി അവിടെ വെൻ്റ് ഉണ്ട് ഗൈസ്. അത് പോണ്ട. ഇവിടെ എന്തോ ബേസ്മെന്റ് അല്ലേ? ഏതൊരു പാർക്കിങ്ങിലോട്ടേക്കാണ് ഗൈസ് നമ്മൾ എത്തി. ഇവിടെ ലിഫ്റ്റ് ഉണ്ടല്ലോ, കാണാൻ പറ്റുമോ? ഇത് പാസ്വേഡ് ആണ് ഇത്. തുറന്നു. ഇത് വെറുതെ ഞെക്കിതാണ്. അങ്ങനെ വെറുതെ ഞെക്കി സാധനം തുറന്ന്. അപ്പോൾ ആ റൂമുകളെ കാണാണ്ട് അതിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ തോന്നുന്നത്. ഞാൻ വെറുതെ പിടിച്ച് ഞെക്കിയപ്പോൾ വർക്കായി ഗൈസ് അത്. ഇപ്പോൾ ഇത് ഞെക്കണ്ടേ? സെക്കൻഡ് ഫ്ലോർ. ഗൈസ് നമ്മളിവിടെ സാനിറ്റി ഉണ്ട് ഗൈസ്. അത് കുറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ അത് കുറയാണ്ടിരിക്കാൻ എന്തോ ആൽമണ്ട് വാട്ടർ അങ്ങനെ എന്തോ വെള്ളം കുടിക്കാനാ പറയണേ. അത് ഇവിടെ നിന്ന് കിട്ടായിരിക്കും മിക്കവാറും. ഇവിടെ ഡോറുണ്ട് ഗൈസ്. ഇവിടെ ഉണ്ടാവണം ഗൈസ് അങ്ങനത്തെ വാട്ടറൊക്കെ. ഉണ്ടാവില്ലതും ഇവിടെ ഒന്നുമില്ല ഗൈസ്. ഒക്കെ കാലി. അവിടെ ഇട്ട് വേറെ ജനാല കണ്ടോ? അവിടെ റൂമുണ്ടെന്ന് തോന്നുന്നു മിക്കവാറും. റൂമുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും പിടിക്കാൻ വരും. അവിടെ നിന്ന് പിടിക്കാൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായി ഗൈസ് നമ്മളോട്. പക്ഷെ ഒന്നും പിടിക്കാൻ വന്നില്ല നമ്മളെ. പക്ഷെ ഇവിടെ എന്തോ വരുന്നുണ്ട്. ഇവിടെ എന്തോ സാധനം ഉണ്ട് ഗൈസ് നമ്മൾ പിടിക്കാൻ. നമ്മൾ നേരത്തെ ചാവി കിട്ടി. അവിടെ നമ്മൾ നേരത്തെ ഒന്നും പിടിക്കാൻ വന്നില്ല. എന്തോ വരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും പിടിക്കാൻ വന്നില്ല. പക്ഷെ ഇവിടെ എന്തോ വരുന്നുണ്ട് ഗൈസ്. ശരിക്കും ഞങ്ങൾ ഒരാളെ കണ്ടു. പോയാ ശരിക്കും ദേ പോണു. ബാഗി റൂമിലേക്ക് പോവാ. അവിടെ വാതിലടച്ചേ. വാതിൽ തുറന്നിട്ട് ശരിയാവില്ല ഗൈസ്. വെള്ളം തോന്നുന്നു ഗൈസ് കുടിക്കണ്ടേ. ഇവിടെ വേറെ ചാവി ഉണ്ട്. നമുക്ക് 2 ചാവി കിട്ടി. ഇതൊക്കെ എവിടെയാണോ യൂസ് ചെയ്യണ്ടേ? ഇവിടെ ചായ വേണ്ട സ്ഥലമുണ്ട്. ഇവിടെയാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇന്നും കുറെ ചായയുടെ സ്ലോട്ടുകളുണ്ട്. ഇത് 2 ചാവി കിട്ടി. അപ്പൊ ഇനി 2 ചാവിയും കിട്ടാണ്ട് നമുക്ക്. അത് 2 ഇട്ട് കഴിയുമ്പോൾ ഇത് തുറക്കുന്നു തോന്നുന്നുണ്ട്.
പിന്നെ 2 ചാവടി നമുക്ക് എടുക്കാണ്ട്. പിന്നെ നമ്മുടെ സാനിറ്റി പറഞ്ഞു കഴിച്ചു. കുറച്ച് വെള്ളം കുടിക്കണം. പുറത്തൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കും. ഈ സാരി ഉണ്ടാവില്ലേ? ഇവിടെ ഞാൻ പോയതാ. അങ്ങോട്ട് പോകണം ഗീസ്. ആളെ അങ്ങടാ പോയേ. പിന്നെ ഈ സ്റ്റാമിനയുടെ ഇഷ്ടമുള്ള കാരണം ഗീസ് ഓടാൻ കുറച്ചധികം ഇല്ല. ഒരു ഡോറൊന്നും ഇല്ലടേ. ഒരു ഡോറുണ്ടാ? വെയിറ്റ്. ഓക്കെ, ആളവിടെ നിൽക്കുന്നുണ്ട് ഗീസ്. ആൾ പോട്ടെ അവിടെ നിന്ന്. ആൾ പോകുമ്പോൾ നമുക്ക് ആ റൂമിൽ കണ്ട നമ്മളെ കണ്ടല്ലേ. അയ്യോ കണ്ടു. റൂമോടെ റൂമി കയറാ അടക്കി. ഓഹ്, ഇതധികം ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. സാളെ കാണുമ്പോൾ നമ്മൾ റൂമിൽ കയറി അടച്ചാൽ മതി. ഈസിയാന്ന് തോന്നുന്നു. അധികം പേടിക്കാനൊന്നുമില്ല. ഈ സാളെ കണ്ടിട്ട് അധികം പേടിയൊന്നും ആവണില്ല. ഈസി ഗെയിമാന്ന് തോന്നുന്നു ഗീസ്. അത് പോയി തോന്നുന്നു കാണാം. ദേ പോണ് ഈ വഴി പോവാ ഗീസ്. ഇവിടെ 2 റൂമുണ്ട്. സാർ റൂമിൽ കയറിയൊക്കെ അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം ഗീസ്. നമുക്കിനി 2 ചാവിടിയും കിട്ടാണ്ട്. ഒരു ചാവി ഉണ്ടാവണം ഇവിടെ. ഒരു ചാവി ഉണ്ട് ഗീസ് ഇവിടെ. ഇനി ഒരു ചാവിടി ഉള്ള ഗീസ്. ഒരു ചാവിടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആ വാതിൽ തുറക്കാനെന്ന് തോന്നുന്നത്. ഒരു ചാവിടി കിട്ടാണ്ട് ഗീസ് നമുക്കിനി. ആരും കാണാനില്ല ഇവിടെ. ഈ ഗെയിം അധികം ടഫല്ലാന്ന് തോന്നുന്നു. സാറ് വരും നമുക്ക് ഈസിയായിട്ട് വാതിലടയ്ക്കാൻ പറ്റുന്നുണ്ട്. റൂമിൽ കയറി വാതിലടയ്ക്കാൻ പറ്റുന്നുണ്ട്. വലിയ സീൻ ഉണ്ടായിട്ടില്ല ഗീസ് ഇതുവരെ. അവിടെ കാണാനില്ലേ? അവിടെ പോയി തോന്നി. നമുക്ക് നേരെ റൂമിൽ തപ്പി പോവാ. ആ റൂമിൽ കയറി നമ്മള്. എവിടെ ആളില്ലേ ഗീസ്? ഈ റൂമിൽ കയറിയില്ല ഗീസ്. ഇവിടെ നിന്നൊന്നും ലാസ്റ്റ് ചാവി കിട്ടാ. അടുത്ത വാതിലടച്ചേ. ആ ചാവി ഉണ്ട് ഗീസ് ഇവിടെ. 2 ചാവിയും കിട്ടി ഗീസ്. ഈ ചാവി മതിയെന്ന് പറഞ്ഞാൽ തുറക്കാൻ. പിജു അയാളെ ആൾ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ആള് കണ്ടില്ല ഗീസ് നമ്മളെ ഇതിന്. കണ്ടിരുന്നു നമ്മൾ പെട്ടു ഗീസ്. നമ്മുടെ 2 ചാവി എടുത്ത് വെറുതെ പോയാ. അതാ പോണ്. നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാം ഗീസ്. ഓക്കെ ഞങ്ങളെ പോകണ്ടേന്ന് അറിയില്ല ചേച്ചി. നമ്മൾ ഏത് റൂമിലേക്ക് നേരത്തെ പോയാവോ? ഈ റൂമിക്കാന്ന് തോന്നണേ ഗീസ്. അതിന് തന്നെ കയറടക്കി. നമുക്ക് ഇവിടെ ചാവി ഇടാണ്ട്. ഇവിടെ ഇടാണ്ട്. ആ ഇത് തുറന്നു. എന്താ ഇത് തുറന്നില്ല. ഇങ്ങനെയല്ലേ? തുറന്നു. തുറക്കാത്തെ ഓർഡർ ഉണ്ട്. നീ പറഞ്ഞ പോലെ ഇത് ആ തുറന്നു. പിന്നെന്താ ഓർഡർ ഉണ്ടെന്ന് തോന്നി. ഞാൻ വളർന്നപ്പോൾ തുറന്നു. വാതിലടഞ്ഞാ ഇനി പോകാൻ പറ്റില്ല നമുക്ക്. നമ്മളങ്ങനെ വേറെ ഏതോ സ്ഥലത്ത് എത്തി. ഇവിടെ ഫുൾ ഇരുട്ടാണ്. അന്തരീക്ഷം ഉണ്ട് ഇവിടെ കുറെ ടോർച്ചുണ്ട്. വാട്ടർ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ആ വെറുതെ ഇല്ലേ നമുക്ക് ഇത്ര ടോർച്ചാണ്. അവിടെ ഇരുട്ടാണ്. നേരത്തെ തന്നെ ഇരുട്ടത്തെ പുരുഷൻ. ഇവിടെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും കഴിച്ചു. ഇവിടെ രക്ഷപ്പെടാൻ. ഇവിടെ ആ മോൺസ്റ്റർ ഇല്ലാണ്ടെന്നാ മതിയിരുന്നു. ഉണ്ടെങ്കിൽ കഴിഞ്ഞു. നമുക്ക് ഒന്നും കാണണം. തന്നെ ഒന്നും കാണണില്ല. ആളെങ്ങനെ പെട്ടെന്നൊന്നും കഴിഞ്ഞാൽ കഴിഞ്ഞ് വഴി പോകാൻ പറ്റുമോ? പറ്റില്ല. ഏതൊരു വഴി കാണിച്ചാടേ. ഇവിടെ ഫുള്ളി ഇരുട്ടാണ്. സാധനം ഡോർ അടിക്കൊരു വഴിയുണ്ട്. നമുക്ക് അടിക്ക് പോവാൻ നേരെ. അടി വെളിച്ചുണ്ട്. എന്നിട്ട് അത് ഡോറുണ്ട് ഗീസ് അവിടെ. ഇവിടത്തൊക്കെ കുഞ്ഞു ഡോറാണ് ഗീസ്. ഇതിനുള്ളിലൊന്നും ഇല്ല. അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും ഇല്ല ഇവിടെ. അടുത്തിറക്കം ഇവിടെ ഇറക്കം കാണാണ്ട്. ഇത് നമുക്ക് നിൽക്കാനുള്ള സ്ഥലമുള്ളൂ. അത് തോന്നുന്നു ഗീസ്. ഇവിടെ ആൾക്കാർ നമ്മൾ പിടിക്കാൻ വരും. അങ്ങനെ എന്താ തോന്നുന്നു. നേരെ അടി. അയ്യോ വരുന്നുണ്ട്. റൂമടെ അവിടെ പിന്നാലെ വരുന്നുണ്ട് ഗീസ് ആള്. റൂമുണ്ട്. തുറക്ക്. ജസ്റ്റ് തൊട്ട് പിന്നിലുണ്ട് അയാള്. കുറച്ച് സൂക്ഷിച്ചാണ് ഗൈസ് കളിക്കാൻ. ഓൾറെഡി ഇരുട്ടാണ് ഗൈസ്. നമുക്ക് ടോർച്ചാണെങ്കിൽ അധികം കാണൂല. അടിക്കുമ്പോൾ സൂക്ഷിച്ചാണ് ഗൈസ് പോവാൻ. അത്യാവശ്യ സമയം ഗൈസ് ആൾ പോയിന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ ഇത് വഴി വന്നേ നേരത്തെ. വന്ന വഴി മറന്നു ഈ ടെൻഷനില്. അയ്യോ കണ്ടു. ഓ ജസ്റ്റ് മിസ്. ഇയാളെ എവിടെ നിന്നാണ് ഗൈസ് നമ്മളെ കണ്ടേ? ഞാൻ പോലും കണ്ടില്ലേ ഗൈസ് ആളെ. നേരെ പേടിക്കാനൊന്നല്ലേ. അയ്യോ ഞാൻ ഇങ്ങോട്ട് ഓടിക്കണ. ഇത് കിട്ടിയ എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. ഇവിടെ നേരെ അടിക്കാണ് ഈ ഫോണെ. വേറെ ഒന്നും കാണാനില്ല ഇവിടെ. ഞാൻ കണ്ടില്ല.
a G when I'm in a van. Gone link pics on a middleman. Ain't nothing but a go down.